നമസ്കാരം. ആദ്യമായി ഞാൻ എൻ്റെ ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു പെയിൻറ്റിങ്ങിനെ കുറിച്ചാണ്. നമ്മൾ പറയാൻ പോകുന്നത് ഒരു പെയിൻറ്റിങ്ങിനെ കുറിച്ചാണ്. വിൻസെൻ്റ് വാൻ ഗോഗിൻ്റെ വിഖ്യാതമായ ഒരു പെയിൻറ്റിംഗ് ഉണ്ട്, പൊട്ടാറ്റോ ഈറ്റേഴ്സ് അഥവാ ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ. ചിത്രത്തിലേക്ക് കടക്കാം. നമുക്ക് ചിത്രത്തെക്കുറിച്ച് പറയാം. നെതർലാൻഡ്സിലെ ന്യൂനനിൽ വെച്ച് ഡച്ച് ആർട്ടിസ്റ്റായ വിൻസെൻ്റ് വാൻ ഗോഗ് വരച്ച ചിത്രമാണ്, ഒരു എണ്ണ ഛായാചിത്രമാണ് പൊട്ടാറ്റോ ഈറ്റേഴ്സ് അഥവാ ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ. വാൻഗോഗ് മ്യൂസിയത്തിലാണത്, ആംസ്റ്റർഡാമിലെ വാൻഗോഗ് മ്യൂസിയത്തിലാണത് ആ ചിത്രം ഉള്ളതെങ്കിലും അതിൻ്റെ ഒറിജിനൽ ഓയിൽ സ്കെച്ച് ഓട്ടോർലോയിലെ ക്രോളൻ മുള്ളർ മ്യൂസിയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയ ഒരു പെയിൻറ്റിംഗ് ആണ് പൊട്ടാറ്റോ ഈറ്റേഴ്സ്. അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസുകളിൽ ഒന്ന് എന്നുകൂടി നമുക്ക് വിശേഷിപ്പിക്കാം. ചിത്രത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, യൂറോപ്പിലെ ഒരു കാലഘട്ടത്തിലെ ദാരിദ്ര്യം, ഒരു ജനതയുടെ ദാരിദ്ര്യത്തിൻ്റെയും തൊഴിലില്ലായ്മയുടെയൊക്കെ ചിത്രമാണ് അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ മങ്ങിയ ഒരു റാന്തൽ വെളിച്ചമാണ്. മങ്ങിയ വെളിച്ചമാണെങ്കിൽ കൂടി നമുക്ക് അതിൽ ഭൂരിഭാഗവും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ദൃശ്യം നമുക്ക് ഭൂരിഭാഗവും കാണാൻ സാധിക്കുന്നുണ്ട്. 5 പേരാണ് ഒരു കുടുംബാംഗങ്ങളിലെ ഒരുമ. 5 പേരാണ് അതിൽ. അവരൊരു മേശയ്ക്ക് ചുറ്റും ഇരുന്നിട്ട് അത്താഴം കഴിക്കുകയാണ്. അവർ കഴിക്കുന്ന ഭക്ഷണം എന്താണെന്ന് വെച്ചാൽ പൊട്ടാറ്റോ ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അവർ പൊട്ടാറ്റോ കഴിക്കുന്നത്? ചിത്രത്തിൻ്റെ പേരിന് വരെ പൊട്ടാറ്റോ ഈറ്റേഴ്സ് എന്നുള്ള പേര് അദ്ദേഹം നൽകിയിരിക്കുന്നു. അപ്പോൾ എന്താണ് ഈ പൊട്ടാറ്റോ എന്ന് പറയുമ്പോൾ, അന്നത്തെ കാലഘട്ടത്തിൽ പൊട്ടാറ്റോ എന്ന് പറയുന്നത് ദാരിദ്ര്യത്തിൻ്റെ പ്രതീകമാണ്. ഇന്നത്തെ അപേക്ഷിച്ച് ഇന്നെന്ന് പറയുമ്പോൾ ഉരുളക്കിഴങ്ങിനെ ഒരു ദാരിദ്ര്യത്തിൻ്റെ പ്രതീകമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അന്നെന്ന് പറയുമ്പോൾ ഉരുളക്കിഴങ്ങിനെ ദാരിദ്ര്യത്തിൻ്റെ പ്രതീകമായിട്ട് പ്രതീകവൽക്കരിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ ചിത്രം വരച്ചിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ അദ്ദേഹത്തിന് കർഷകരോട് പ്രത്യേകമായ ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കർഷകരെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് വളരെയധികം ജീവനായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് അയച്ച കത്തുകളിലൂടെയും അദ്ദേഹത്തിൻ്റെ സഹോദരൻ അയച്ച കത്തുകളിലൂടെയൊക്കെ അദ്ദേഹം പ്രകടമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്ത് പറയുകയാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് അയച്ച കത്തിൽ ഇങ്ങനെ ഒരു വരി എഴുതുന്നുണ്ട്. ഒരു എഴുത്തിൽ ഇങ്ങനെ ഒരു വരിയുണ്ട്: ഞാൻ മണ്ണിൽ കലപ്പ എന്ന പോലെ ക്യാൻവാസിൽ ഉഴുതുന്നു. അപ്പോൾ ആ വരികളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് വിൻസെൻ്റ് വാൻ ഗോഗിന് എത്രമാത്രം ആത്മബന്ധം ഉണ്ടായിരുന്നു, കർഷകരോട് എത്രമാത്രം ആത്മബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കർഷകരോടുള്ള ആത്മബന്ധം വെളിപ്പെടുത്തുന്ന ആ ചിത്രം ഒരുപാട് വിമർശനങ്ങൾക്ക് വിധേയമായി. പല കലാകാരന്മാരും ഒരുപാട് വിമർശകരും ഈ ചിത്രത്തെ പലതരത്തിൽ നിരീക്ഷിക്കുകയും അവരുടേതായ അഭിപ്രായങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി പറയുകയാണെങ്കിൽ, ചിത്രത്തിലെ ആളുകൾ, ആ ചിത്രത്തിൽ 5 പേരാണെന്ന് ആദ്യം ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ആ 5 പേർക്ക് വളരെയധികം ക്ഷീണിതരായിട്ടാണ് അവർ ആ മേശയ്ക്ക് ചുറ്റിയിരിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി. അവരുടെ മുഖത്ത് വല്ലാത്ത ദൈന്യത, ജീവിതത്തിൻ്റെ യാതന, ഒരുപാട് കാര്യങ്ങൾ അവരുടെ മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ട്. എല്ലുന്തിയ മുഖങ്ങളാണ്, ക്ഷീണിതരായ ശരീരങ്ങളാണ്. അവർ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ആ പൊടിപടലങ്ങളൊക്കെ ശരീരത്തുണ്ടെന്നൊക്കെ ഞാൻ പറയുന്നതല്ല, ഇതിനകത്ത് മുൻ കാലഘട്ടങ്ങളിൽ ആളുകൾ പറഞ്ഞു വച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇന്നും ചിത്രത്തെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു വേഷം കൊണ്ടൊക്കെ നമുക്ക് കർഷകരാണെന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ കൂടാതെ നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ടും മനസ്സുകൊണ്ടും ആ ചിത്രത്തിലേക്ക് ആഴ്ന്നിറങ്ങി നന്നായി ആസ്വദിക്കാൻ കഴിയുന്ന ഒരു തലത്തിലുള്ള ചിത്രമാണത്. ചിത്രം വരച്ച വാൻ ഗോഗിൻ്റെ കഴിവ് കൊണ്ട് ആ ചിത്രം വളരെയധികം റിച്ചാണെങ്കിലും ആ ചിത്രത്തിലെ പശ്ചാത്തലം കൊണ്ട് ആ ചിത്രം ഒട്ടും റിച്ചല്ല എന്ന് പറയാം. കാരണം അതിൻ്റെ പശ്ചാത്തലം ദാരിദ്ര്യമാണ്, കർഷകരുടെ വേദനകളാണ്, അവരുടെ ആ ഒരു ജീവിതത്തിലെ കഷ്ടതകളൊക്കെ ആ ചിത്രത്തിലൂടെ കടന്നു പോകുന്നുണ്ട്, അവരുടെ വേഷത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. നമുക്കത് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന, നന്നായി സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ ആർട്ടിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ആദ്യമേ ഞാനൊരു കാര്യം വിട്ടുപോയി, 1885 വിൻസെൻ്റ് വാൻ ഗോഗ് ഈ ചിത്രം വരച്ചത്. അപ്പോൾ പൊട്ടാറ്റോ ഈറ്റേഴ്സ് അഥവാ ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന ചിത്രത്തെക്കുറിച്ചുള്ള ഒരു ഏകദേശ രൂപം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകളും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു.